കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ തിരിച്ചെത്തിക്കാൻ നീക്കം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി നേതൃത്വവുമായി അനൗപചാരിക ചർച്ചകൾ നടക്കുന്നത്. ജോസ് കെ മാണിയുമായി രമേശ് ചെന്നിത്തല ഉടൻ ആശയവിനിമയം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള കോൺഗ്രസിന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല എന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. മുന്നണി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ലീഗിന് ഒറ്റയ്ക്കാകില്ലെന്നും അത് മുന്നണി കൂട്ടായിരുന്ന് ആലോചിക്കേണ്ട കാര്യമാണെന്നും MK മുനീർ പ്രതികരിച്ചു. മുന്നണി വിട്ടവരൊക്കെ തിരിച്ചു വരണമെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരുന്നു. പിന്നെ മുന്നണി വിപുലീകരണം എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം, പാർട്ടിക്കകത്തൊരു ചർച്ചയുണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞ് ഉചിതമായിട്ടുള്ള തീരുമാനം മുന്നണി നേതൃത്വം കൊടുക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. വേറൊരാളുടെ മുഖ്യമന്ത്രിയെ ഒരിക്കലും മുസ്ലിം ലീഗ് നിശ്ചയിച്ചു കൊടുക്കാറില്ലല്ലോ. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ലല്ലോ, ഒരു ഇമ്മച്ചുറായ സമയമല്ല അത്. പുകഴ്ത്തിയാൽ പിന്നെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് നമ്മൾ ഒരു നിഗമനത്തിൽ വരാൻ പാടില്ലല്ലോ. രമേശ് ചെന്നിത്തലയെ നമ്മളെ ജാമിയ നൂരിയയുടെ പരിപാടിയിലേക്ക് അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചതാണ്. ഓരോ പ്രാവശ്യവും ഒരാളെ ആണ് ക്ഷണിക്കാറുള്ളത്. മുന്നണി എന്താകും എന്നുള്ളതിനെക്കുറിച്ച്, ആരൊക്കെ വരും എന്നുള്ളതിനെക്കുറിച്ചും ഇതേപോലെ തന്നെ മുന്നണി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് മുന്നണി കൂടിയാലോചനകളിലൂടെ മാത്രം നടക്കേണ്ട സംഭവവികാസങ്ങളാണ്. റോഷിപാലിന്റെ വിശദാംശങ്ങളുമായി. റോഷിപാൽ, തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കേരള കോൺഗ്രസിനെ തിരിച്ച് എത്തിക്കാൻ തന്നെയാണോ നീക്കം? തിരുവമ്പാടി സീറ്റ് വാഗ്ദാനം ചെയ്തു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഏത് രീതിയിലാണ് ചർച്ചകൾ? വിനീത, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിന് മുൻകൈ എടുക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ തന്നെ അനൗപചാരിക ചർച്ചകൾ തുടങ്ങി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് 2 സീറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. അതിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് തിരികെ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം LDF സർക്കാരിൻ്റെ ചില പ്രധാനപ്പെട്ട നയങ്ങൾ, വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ കടുത്ത എതിർപ്പ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട തങ്ങളുടെ പാർട്ടിയുടെ എതിർപ്പ് അറിയിച്ചതാണ്. മുനമ്പം വിഷയത്തിൽ അടക്കമുള്ള കടുത്ത എതിർപ്പുണ്ട്. ഈ എതിർപ്പ് LDF-ൽ തന്നെ തുടരുക എന്ന ഒരു തീരുമാനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തന്നെ പലതരത്തിൽ തർക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നുമുണ്ട്. അത് മുതലാക്കാനുള്ള നീക്കമാണ് UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് തന്നെ മുൻകൈയെടുത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. അതിന് തിരുവമ്പാടി സീറ്റ് നൽകാമെന്ന വാഗ്ദാനം മുസ്ലിം ലീഗ് നേതൃത്വം നൽകിക്കഴിഞ്ഞു. തിരുവമ്പാടിയിൽ ജോസ് കെ മാണിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. അവിടെ ജോസ് കെ മാണി മത്സരിച്ചാൽ തിരുവമ്പാടി തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസമാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. ശരി, ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അനൗപചാരിക ചർച്ചകൾ തുടങ്ങി എന്ന് തന്നെയാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട